ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ദൈവവചന കേൾവി മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 27 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കേൾക്കുകയും അത് യഥാർത്ഥമായി മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ടും അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ചെയ്ത ഫിലിപ്പോസിനെ സംബന്ധിച്ചിട്ടുള്ള ചില വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഒരു സുവിശേഷ ദാഹിയായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഫിലിപ്പോസിനെ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനുമായിരിക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ യാത്ര ചെയ്യുവാൻ തന്നെ പ്രാപ്തനാക്കിയത് സുവിശേഷ വായനയും സുവിശേഷ പഠനവും സുവിശേഷത്തിൻ്റെ പങ്കാളിത്തവുമാണ് എന്ന് ഈ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു. സമൂഹത്തിൽ, കുടുംബങ്ങളിലകത്തും സഭകളുടെ അകത്തും ദേശങ്ങളിലുമൊക്കെ വേണ്ടുന്നത് പോലെ ശ്രേഷ്ഠതയും മാന്യതയും ഒന്നും ഉണ്ടായിരുന്നവരല്ലായിരുന്നു എങ്കിലും അങ്ങനെ ആയിരുന്നവർ പലരും സത്യസുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കേട്ടുകൊണ്ടും അതിനെ കൈക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്ത നിമിത്തം പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത തലങ്ങളിലുള്ള ശ്രേഷ്ഠതകളും മാന്യതകളും ഒക്കെ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ചരിത്രത്തിൻ്റെ ഇടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയോ മഹിമയോ പറയുവാനില്ലാത്ത, യാതൊരു നിലവാരത്തിലും മറ്റുള്ളവരുടെ മുൻപിൽ ചെന്ന് നിൽപ്പാൻ പ്രാപ്തിയില്ലാത്ത നിരവധി ആളുകൾ ഈ സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുവാൻ തീരുമാനിക്കുക നിമിത്തം മഹാന്മാരോട് കൂടെ ശ്രേഷ്ഠമാറിയ പല പട്ടണങ്ങളിലും കടന്നു പോകുവാൻ, ഇരിക്കുവാനും യാത്ര ചെയ്യുവാനും ഭക്ഷിപ്പാനുമൊക്കെയുള്ള ഭാഗ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴും ഈ സുവിശേഷം നമ്മെ ശ്രേഷ്ഠന്മാരോടുകൂടെ ഇരുത്തുന്നതാണെന്നും മഹാന്മാരോടുകൂടെ ഇരുത്തുന്നതാണെന്നും നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ് എന്നീ ദൈവവചനമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കാം. ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ടും അത് നമ്മെ ശ്രേഷ്ഠരും മാന്യരും മഹാന്മാരോടുകൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പട്ടണങ്ങളിൽ നമ്മളെ ചെന്നെത്തിക്കുന്നതുമായ അനുഭവങ്ങളുമായി നമ്മൾ തീർക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹ നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം വിശ്വസിപ്പിച്ച് ഈ തലങ്ങളിൽ ശ്രേഷ്ഠന്മാരും മാന്യന്മാരുമായി തീരേണ്ടതിന് മഹാന്മാരോടുകൂടെ ഞങ്ങൾക്ക് ഇരിക്കേണ്ടതിനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഞങ്ങൾക്കൊരു നിത്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ.
യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.